എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദീപാസ് രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റി ആയ ഒരു മാംഗോ സാഗോ ട്രോപ്പിക്കൽ ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. ഈ ചൂടുകാലത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റീഫ്രഷിംഗ് ഡ്രിങ്കാണിത്. അപ്പം ആ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പം ഇപ്പം എല്ലായിടത്തും മാംഗോ ഇഷ്ടം പോണക്കുണ്ടല്ലോ, നാട്ടിലാണേലും ഇവിടെ ആണേലും എല്ലായിടത്തും ഇഷ്ടം പോണക്ക് മാംഗോ ഉണ്ട്. അപ്പം നമുക്ക് അടിപൊളി ഒരു ജ്യൂസാണ് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലും വളരെ എളുപ്പത്തിലും എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് 4 മാങ്ങയാണ്. ഇവിടെ ഇപ്പം ഞാൻ 3 മാങ്ങയെ കാണിച്ചിട്ടുള്ളൂ, ഒന്നുകൂടെ ഞാൻ എടുക്കുന്നുണ്ട്. 4 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല മഞ്ഞ കളറ്, നല്ല പഴുത്ത മാങ്ങ നോക്കി നമുക്ക് എടുക്കാം കേട്ടോ. അതിൻ്റെ തൊലിയെല്ലാം ചെത്തി കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കണ്ടല്ലോ, എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. നല്ല ക്യൂബായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം കേട്ടോ. കണ്ടല്ലോ, ആദ്യം ഒന്ന് മേളിയും താഴോട്ട് വരഞ്ഞു, അതിനുശേഷം അത് തിരിച്ചൊന്ന് വരഞ്ഞതിന് ശേഷം ഇങ്ങനെ അങ്ങ് ചെത്തിയാൽ മതി. ഓരോ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കി മാംഗോ അതൊന്ന് ഗാർണിഷ് ചെയ്യാനാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം കണ്ടല്ലോ, ക്യൂബായിട്ട് വലിയ ക്യൂബായിട്ട് ജ്യൂസ് പരുവത്തിൽ അടിച്ചെടുക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ 2 രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തു, അതിലേക്ക് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തത് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ. കണ്ടല്ലോ, ഏകദേശം വലിയൊരു ജാറിൽ 3/4 ഭാഗത്തോളം മാങ്ങ ഉണ്ട്. അതിനുശേഷം കണ്ടല്ലോ, ആവശ്യത്തിനുള്ള മധുരം ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതനുസരിച്ച് പഞ്ചസാരയും ചേർത്ത് ഒരു 1/2 ഗ്ലാസ് പാലൂടെ ചേർത്ത് നന്നായിട്ട് നല്ല കുറുകുറാന്നിരിക്കുന്ന പരുവത്തിന് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം നമ്മൾ പാലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ചവ്വരി ഒരു 3 ടീസ്പൂണോളം ചവ്വരി വേവിച്ച് തണുക്കാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഈ പരുവത്തിന് തണുപ്പിച്ച ചവ്വരിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണേ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്, ഒരു രുചി. അതാ മാംഗോ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് കടിച്ച് കഴിക്കാൻ പറ്റുമേ. ഇങ്ങനെ തണുപ്പിച്ച ചവ്വരി ഇതിലേക്ക് ചേർക്കുന്നതാണ് ഈ ഒരു ജ്യൂസിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അത് അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് അങ്ങനെ തന്നെ ചേർക്കണമെന്ന്. തണുപ്പിച്ച് ചവ്വരി വേവിച്ച് തണുപ്പിച്ച് അതിലേക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5-6 ഐസ് ക്യൂബ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. കണ്ടല്ലോ, അപ്പോൾ ഒന്നുകൂടെ നല്ലതായിട്ട് തണുപ്പ് കിട്ടും ആ ഒരു ജ്യൂസിന് കേട്ടോ. അതും അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെറിയ കഷ്ണങ്ങളായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, ആ മാംഗോയുടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് അത് ഒഴിക്കുവാണേ. നല്ല തണുപ്പും ഞാൻ പറഞ്ഞല്ലോ, നല്ല ടേസ്റ്റും, നല്ല ഒരു തിക്കായിട്ടുള്ള ഒരു ജ്യൂസാണ്. അത്ര ടേസ്റ്റാണ് കേട്ടോ. കണ്ടില്ല, അതെല്ലാം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അതിന് മുകളിലായിട്ട് ഗാർണിഷ് ഒന്ന് ചെയ്യണേ. കണ്ടില്ല, അത് ഒരു 3/4 ഭാഗത്തിന് മേളിലോട്ട് ഒഴിച്ചിട്ട് ഒരു 3-4 കഷ്ണം മാംഗോ അങ്ങോട്ട് ഇട്ടു. അതിനുശേഷം ആ ചവ്വരി വേവിച്ച് വെച്ച്, അതാണ് അതിൻ്റെ ആ ഭംഗി. വീണ്ടും ഞാൻ പറയാം കേട്ടോ. ആ ചവ്വരി വേവിച്ച് വെച്ചതോടെ അങ്ങോട്ട് ഇട്ടു. കണ്ടല്ലോ, അടിപൊളി ഒരു മാംഗോ ജ്യൂസാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.